മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധർമ്മന്യൂസ്.in എന്ന് പറഞ്ഞതിൽ ഭാരതം വികസിക്കുന്നതിനെക്കുറിച്ച് ചെറിയ ചെറിയ പോയിന്റുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ഇംഗ്ലീഷിലാണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷിലുള്ളതാണെങ്കിൽ അതിൻ്റെ മലയാളം ഏകദേശ മലയാളമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഓല എന്ന ടാക്സിയെ കുറിച്ച് അറിയാം. വേറൊരു ടാക്സി ലോകം മുഴുവനും പ്രസിദ്ധമായിട്ടുള്ള ഉബർ ഉണ്ട്. ആ ഉബർ എന്ന് പറയുന്ന ടാക്സി വാഹനം അവൈലബിൾ ആക്കുന്നത് ഇന്ത്യയിൽ $3.5 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഭാരതം മുഴുവനും അവരുടെ പ്രത്യേക രീതിയിലുള്ള ടാക്സി ഉണ്ടാക്കാൻ. ഈ $3.5 ബില്യൺ ഉബർ ഉണ്ടാക്കിയത് അവരുടെ ഷെയർ ചൈനയിലുള്ളത് വിറ്റിട്ട് ആ ഷെയറാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത പോയിന്റ്, ജപ്പാനിലെ സോഫ്റ്റ് ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ട്. ജപ്പാനിലെ പ്രസിദ്ധമായിട്ടുള്ള ബാങ്കാണ്, ഒറ്റ വാക്കാണ് സോഫ്റ്റ് ബാങ്ക്. അവർ ഇന്ത്യയിൽ $8 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവര് നടത്താൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും അവർക്ക് ചൈനയിലെ ആലിബാബ എന്ന് പറയുന്ന ഇ കോമേഴ്സിന്റെ ജയന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് സോഫ്റ്റ് ബാങ്കിൽ. അത് അവരുടെ ഷെയർ അവിടെ വിറ്റിട്ടാണ് ഇന്ത്യയിൽ $8 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അടുത്ത പോയിന്റ്, സാധാരണ രീതിയിൽ ഇന്ത്യക്കാർ ജപ്പാനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ് പതിവ്. പക്ഷെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അവരുടെ ട്രാക്ടർ അമേരിക്കയിൽ വലിയ ഡിമാൻഡ് ആയതുകൊണ്ട് അവര് ഇപ്രാവശ്യം ഇന്ത്യൻ ട്രാക്ടർ അമേരിക്കയിൽ വിട്ടപ്പോൾ $1 ബില്യൺ റവന്യൂ ആണ് കിട്ടിയത്. അടുത്ത 2-3 വർഷത്തിനകം $1 ബില്യൺ പ്രോഫിറ്റ് ആക്കി മാറ്റാൻ അവര് ശ്രമിക്കാം. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അവര് ഇന്ത്യൻ ട്രാക്ടർ അമേരിക്കയിൽ വിറ്റ് അതിന് പ്രോഫിറ്റ് കൂട്ടാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, ഇന്ത്യ ഹാസ് ബിക്കം എ ടോപ്പ് ഇന്നോവേഷൻ ഡെസ്റ്റിനേഷൻ. ഇപ്പൊ ശരിക്ക് ഒരൊറ്റ മാസം കൊണ്ട് 1.5 മാസം കൊണ്ട് ലോകത്തിലെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഭാരതത്തിലേക്ക് വന്നിരിക്കുന്നത് $9 ബില്യൺ ആണ്. $9 ബില്യൺ ആണ് ഭാരതത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നതാവട്ടെ ബാംഗ്ലൂർക്കാണ്. ലോകത്തിലെ 10 ഉജ്ജ്വലമായിട്ടുള്ള ഇൻഡസ്ട്രിയെ സ്വാഗതം ചെയ്യുന്ന ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതിൽ 5ാമത്തേത് എന്ന് പറയുന്ന ബാംഗ്ലൂരാണ്. ആ ബാംഗ്ലൂർ കഴിഞ്ഞാൽ പിന്നെ ഭാരതത്തിലെ തന്നെ ബോംബെയും ഡൽഹിയും ദ ഈസിയസ്റ്റ് ലൊക്കേഷൻ വെയർ വി ക്യാൻ സ്റ്റാർട്ട് ദി ഇൻഡസ്ട്രി എന്ന ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇപ്പൊ ബാംഗ്ലൂര് 5ാമത്തേതായത് സിലിക്കൺ വാലി ബാംഗ്ലൂരിന് തൊട്ട് താഴെ, അതായത് 1ാമത്തെ ലെവൽ സിലിക്കൺ വാലി, 2ാമത്തേത് ലണ്ടൻ, 3ാമത്തേത് പാരീസ്, 4ാമത്തേത് സിംഗപ്പൂര്, 5ാമത്തേത് ബാംഗ്ലൂര്. ഇപ്പോൾ ബാംഗ്ലൂരിന് മുമ്പുള്ള 4 സ്ഥലങ്ങളെ കുറിച്ച് നോക്കാം. 1ാമത്തേത് സിലിക്കൺ വാലി, 2ാമത്തേത് ലണ്ടൻ, 3ാമത്തേത് പാരീസ്, 4ാമത്തേത് സിംഗപ്പൂര്, 5ാമത്തേത് ബാംഗ്ലൂർ. അപ്പൊ ഇത്രയും പെട്ടെന്ന് ബാംഗ്ലൂര് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. അടുത്തത്, വിപ്രോ കാലിഫോർണിയയിലെ ഹോർട്ടൺ വർക്ക്സ് എന്ന കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ശരിക്ക് വളരെ വളരെ വലിയ ടെക്നോളജി, ഒരേ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരേ സെർവറിൽ നിന്ന് അനേകായിരം ഡാറ്റാബേസ് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു സംവിധാനം കാലിഫോർണിയയിലെ ഹോർട്ടൺ വർക്ക്സുമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ വിപ്രോ തുടങ്ങിയിരിക്കുകയാണ്. ശരിക്ക് വിപ്രോ എന്ന കമ്പനി തന്നെ 1950-60കളിൽ വെജിറ്റബിൾ ഓയില്, വെസ്റ്റേൺ ഇന്ത്യ വെജിറ്റബിൾ പ്രോഡക്ട്സ് വിറ്റിട്ട് കമ്പനി നടത്തിയിരുന്നവരാണ്. അവരിപ്പോൾ എത്ര പെട്ടെന്നാണ് IT, EC, പുതിയ സെർവർ അങ്ങനെയുള്ള ലൈനിലേക്ക് മാറുന്നു എന്ന് നോക്കാം. അടുത്ത പോയിന്റ്, നാഷണൽ സോളാർ മിഷൻ. നാഷണൽ സോളാർ മിഷൻ 2017 ലക്ഷ്യമിടുന്നത് ശരിക്ക്
1,20,000 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനാണ്. ഇത് ശരിക്ക് 2021 കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അത് 5 വർഷം മുമ്പോട്ടെടുത്ത് 2017 തന്നെ 1,20,000 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി നാഷണൽ സോളാർ മിഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 5 വർഷം എഹെഡായിട്ട്. ഈ വർഷം മാത്രം ഇനി ഡിസംബർ 31 15,000 മുതൽക്ക് 18,000 വരെ മെഗാവാട്ട് ഇലക്ട്രിസിറ്റി സോളാർ സിസ്റ്റത്തിൽ നിന്ന് ഭാരതം ഉണ്ടാക്കാനുള്ള പരിപാടികൾ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്യാറായി. അടുത്തത് 33 കോടി അക്കൗണ്ടുകളാണ് ഇന്ത്യയിൽ പോസ്റ്റ് ഓഫീസിലുള്ളത്. 33 കോടി അക്കൗണ്ടുകൾ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലുള്ളത് ഉപയോഗിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിങ് സംവിധാനം തുടങ്ങുകയാണ്. ഒരു പോസ്റ്റ് ഓഫീസിനെ വളരെ പെട്ടെന്ന് ബാങ്കാക്കി മാറ്റാം. ഭാരതത്തിലെ 650ഓളം ജില്ലകളിൽ ഈ വർഷം തന്നെ ആ ബാങ്ക് പ്രവർത്തനം ആരംഭിക്കും. ശരിക്കും ബാങ്ക് പോലെ തന്നെ 1 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് വിഡ്രോ ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനും സെൻട്രൽ സ്ഥാപനങ്ങൾക്ക്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, യൂണിവേഴ്സിറ്റികൾ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് എമൗണ്ട് റെമിറ്റ് ചെയ്യാനും എമൗണ്ട് വിഡ്രോ ചെയ്യാനും ഇവിടെ സംവിധാനം ഉണ്ടായിരിക്കും. അടുത്തത് നമ്മുടെ ഈ കോർ ബാങ്കിങ് സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ ഈ 17,000 പോസ്റ്റ് ഓഫീസുകളിൽ, നേരത്തെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് പറയുന്നത്, 17,000 പോസ്റ്റ് ഓഫീസുകളിൽ 800 കോടി രൂപ ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് 17,000 പോസ്റ്റ് ഓഫീസുകളും അടുത്ത 2-3 വർഷങ്ങൾ കൊണ്ട് ബാങ്കുകളെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അടുത്തൊരു വലിയ അച്ചീവ്മെന്റ്, കൊങ്കൺ റെയിൽവേ ഈ അറ്റം മുതൽ അറ്റം വരെയുള്ള റെയിൽവേ ലൈൻ ഡബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് 11,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. 1-1.5 വർഷം കൊണ്ട് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഡാനിഷ് മൾട്ടി ഡിസിപ്ലിനറി എഞ്ചിനീയേഴ്സ് ഡിസൈൻ ആൻഡ് കൺസൾട്ടൻസി, അവര് വലിയൊരു സെന്റർ, ഡച്ച് ഗവൺമെന്റിന്റെ മൾട്ടി ഡിസിപ്ലിനറി എഞ്ചിനീയറിംഗ് ഡിസൈൻ ആൻഡ് കൺസൾട്ടൻസി സെന്റർ ഹൈദരാബാദിൽ തുടങ്ങി. ഇതുപോലെ ഒരെണ്ണം ഭാരതമെമ്പാടും തുടങ്ങാൻ അവർക്ക് താല്പര്യമുണ്ട്. അടുത്ത പോയിന്റ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് BHEL, അവര് 520 മെഗാവാട്ടുള്ള പ്ലാന്റുകൾ, ഇത്രയും കാലം അതൊക്കെ ഭാരതം ഇമ്പോർട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ 520 മെഗാവാട്ടുള്ള പ്ലാന്റുകൾ, ഇലക്ട്രിസിറ്റി ജനറേഷൻ പ്ലാന്റുകൾ, അതിൽ 1ാമത്തെ കമ്മീഷൻ ചെയ്തു, നന്നായിട്ട് പ്രവർത്തിക്കുന്നു. 2ാമത്തെ കമ്മീഷൻ ചെയ്തു, നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഇനിയും കൂടുതൽ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം കമ്മീഷൻ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഭാരതത്തിൻ്റെ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് റീയൂസബിൾ എനർജിയും ബാക്കിയുള്ളതൊക്കെ സ്ട്രീം ലൈൻ ചെയ്യാനുള്ള സംവിധാനത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നവർ $10.2 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് 2015. അതായത് ഇന്റർനെറ്റിലൂടെ എനർജി മോണിറ്റർ ചെയ്യാം. അതിന് $10.2 ബില്യൺ ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 2015. അതിനു മുമ്പ് $8.3 ബില്യൺ ആയിരുന്നു. അതിനു മുമ്പെന്ന് വെച്ചാൽ 2014 $8.3 ബില്യൺ ആയിരുന്നു. ഇനി അടുത്തൊരു സിമ്പിൾ കാര്യം, കേരള ഹൈക്കോടതി പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റുകളും റോഡ് സൈഡിൽ കത്തിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏതാണ്ട് 2800ഓളം അക്ഷയ കേന്ദ്രങ്ങൾ ഈ വീടുകൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്നതും അവരുടെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതേപോലെ സ്ത്രീകൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തതായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അറിയിക്കേണ്ടായി. അടുത്തൊരു സന്ദേശം സുഷമ സ്വരാജിന്റെ സന്ദേശമാണ്. കൈലാസത്തിലേക്ക് യാത്ര പോകുന്ന തീർത്ഥാടകര് ഭാരതത്തെ അവഹേളിക്കുന്ന വിധത്തിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ പരിപാടികളോ പ്രവർത്തനങ്ങളോ ചെയ്യരുത് എന്ന് ഈ കൈലാസ യാത്രയ്ക്ക് പോകുന്നവരോട് സുഷമ സ്വരാജ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്തത് മൈക്രോമാക്സ് എന്ന കമ്പനി, ശരിക്ക് അവര്
ഇന്റർനെറ്റും മൊബൈൽ ഫോണിലും ഒക്കെ ഉള്ളവരാണ്. അവർ 15,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവര് AC-യും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടാക്കാനുള്ള വളരെ വലിയൊരു പ്രോജക്റ്റിൽ ഇൻവോൾവ് ആവാണ്. ഇന്നലെ വൈകുന്നേരം മൈക്രോമാക്സിനെ കുറിച്ചിട്ട് വലിയൊരു പ്രോഗ്രാമും TV-യിൽ ഉണ്ടായിരുന്നു. ശരിക്കും അവര് ലിൻഡന്നോ എന്തോ പറഞ്ഞിട്ട് വലിയൊരു കമ്പനി, മൈക്രോമാക്സിന്റെ ഇപ്പോഴുള്ള അസറ്റിനേക്കാൾ 3 ഇരട്ടി അസറ്റുള്ള ഒരു കമ്പനിയെ അവര് എടുക്കാൻ. ഭാരതത്തിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് IT കമ്പനി ഇൻ ഇന്ത്യ ടാറ്റ കൺസൾട്ടൻസി സർവീസാണ്. അവരുടെ പ്രോഫിറ്റ് അവർ മ്യൂച്വൽ ഫണ്ടിലും ഗവൺമെന്റ് ബോണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഗവൺമെന്റ് ബോണ്ടിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഗുണം എന്താ വെച്ചാൽ ഗവൺമെന്റിന് ഇഷ്ടം മാതിരി റവന്യൂ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ലാസ്റ്റ് പോയിന്റ്, അമേരിക്കൻ ഗവൺമെന്റ് പാകിസ്ഥാന് നേരിട്ട് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക, ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് പാകിസ്ഥാൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ഇന്ത്യക്കെതിരെ ആറ്റം ബോംബ് ഉപയോഗിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാൻ ഗവൺമെന്റ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ന്യൂക്ലിയർ സെയിൽസിന്റെ ഗ്രൂപ്പിൽ NSG ഗ്രൂപ്പിൽ ഇന്ത്യയേക്കാൾ കപ്പാസിറ്റി ഞങ്ങൾക്കാണുള്ളത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ചൈനയുടെ വളരെ സപ്പോർട്ടുമുണ്ട്. മാത്രമല്ല ചൈന ഇന്നലെ 355ഓളം ചൈനീസ് പട്ടാളക്കാരെ അരുണാചൽ പ്രദേശിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അവരുടെ പ്രതിഷേധം അറിയിക്കാനും ഇന്ത്യക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കാനും. അത് ഒരു പക്ഷേ കാരണം ഭാരതത്തിലെ ബ്രഹ്മോസ് മിസൈല് ശരിക്ക് മോസ്കോയുടെ സഹായത്തോടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത മിസൈല് വിയറ്റ്നാമിലേക്കും ബാക്കി 17 രാജ്യങ്ങൾക്കും ഭാരതം കൊടുക്കുന്നത് ചൈനയിൽ നിന്നുള്ള വെല്ലുവിളി നേരിടാനാണ്. അതിനെ കൂടി പ്രതിഷേധിച്ചിട്ടാണ് ചൈന ഇന്ത്യയിലേക്ക് ഇന്നലെ അതിക്രമിച്ച് കയറുകയും ഇനി അത് എവിടെ വന്ന് അവസാനിക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാത്ത അവസ്ഥ. ഈ വാർത്തകളൊക്കെ നിങ്ങൾ അറിയണം. എന്തിനറിയോ? നമ്മുടെ നാട് പുരോഗമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവര് ചെറിയ ഉദാഹരണങ്ങളെ ഞാൻ പറയും. ഇത് ഒരു ദിവസത്തെ വാർത്തയാണ്. ഇന്നലെ ബിസിനസ് ലൈനിൽ വന്നതും എൻ്റെ മൊബൈലിൽ കിട്ടിയതും അതുപോലെ PMO ഓഫീസിൽ നിന്ന് വന്നതും മറ്റ് ഓഫീസുകളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഒരു ദിവസത്തെ പോലും ഇല്ല, ഒരു 3 മണിക്കൂറിലെ വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇത് dharmanews.in-ലും IISH.org അകത്തുള്ള ധർമ്മ മെസ്സേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അഭിമാനത്തോടു കൂടി ഭാരതീയനാണെന്ന് പറയണമെങ്കിൽ, അഭിമാനിക്കാൻ ഇവിടെ എന്താ ഉള്ളതെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഇതിലെ ചില കാര്യങ്ങൾ. ഓർമ്മിക്കാൻ പറ്റുന്നത് ഓർമ്മിക്കുക, അല്ലാത്തത് വിട്ടുകളഞ്ഞേക്കാം. പ്രണാമം, നമസ്കാരം.